അടുത്തതായി സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബീ. ഹണി ബീയിൽ എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ? നമ്മൾ കേട്ടിട്ടുണ്ട് ഹണി ബീയിൽ കുറേ ഗ്രൂപ്പ് ഉണ്ട്, ക്വീൻ ഉണ്ട്, ഡ്രോൺ ഉണ്ട്, വർക്കർ ബീ ഉണ്ട്. അങ്ങനെ അവിടെ ഒരു ലേബർ ഓഫ് ഡിവിഷൻ ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ് ഹണി ബീ. സോ അവരിൽ സെക്സ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യണേ എന്നുള്ളത്. സോ അതിൽ പറയണത് അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. അതിനു മുമ്പായിട്ട് അവിടെയുള്ള ഹണി ബീയുടെ സ്പേമും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഫീമെയിൽ അല്ലെങ്കിൽ ക്വീനായിട്ട് മാറുന്നു. സോ അത് മെയിനായിട്ട് എഗ് ലേ ചെയ്യുന്നവരാണ് ക്വീൻ എന്ന് പറയുന്നത്. സോ ഫീമെയിൽ ക്വീൻ അല്ലെങ്കിൽ വർക്കർ. സോ യൂണിയൻ ഓഫ് സ്പേം ആൻഡ് എഗ്, സ്പേമും എഗ്ഗും ഫെർട്ടിലൈസ് ചെയ്തിട്ട് നോർമൽ ഫെർട്ടിലൈസേഷനിലൂടെ അവിടെ ഒരു ഫീമെയിൽ അഥവാ നമ്മൾ പറഞ്ഞ ക്വീൻ അല്ലെങ്കിൽ വർക്കർ ബി ആയിട്ട് മാറുന്നു. അതേസമയം ഫെർട്ടിലൈസ് ചെയ്യാത്ത എഗ്ഗ്, സോ ഇത് ഫെർട്ടിലൈസ്ഡ് എഗ്ഗ്, അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പേം ആണ് നമ്മൾ പറഞ്ഞ ഫീമെയിൽ ക്വീൻ അല്ലെങ്കിൽ വർക്കറായിട്ട് മാറുന്നു. അല്ലെങ്കിൽ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ്, ഇനി എഗ്ഗ് തന്നെ ഫെർട്ടിലൈസ് ചെയ്യാത്ത ആ എഗ്ഗ് എന്തായിട്ട് മാറുന്നു? ഒരു മെയിലായിട്ട് മാറുന്നു അല്ലെങ്കിൽ ഡ്രോൺ ആയിട്ട് മാറുന്നു. അതിന് പാർത്തനോജെനിസിസ് വഴിയാണ്. സോ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ എഗ്ഗ്, അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഒരു മെയിൽ അല്ലെങ്കിൽ ഡ്രോൺ ആയിട്ട് ത്രൂ പാർത്തനോജെനിസിസ് വഴി മാറുന്നു. സോ നമുക്ക് സ്പേം ആൻഡ് എഗ്ഗ് ഫെർട്ടിലൈസേഷനിലൂടെ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ക്വീൻ വർക്കർ കിട്ടി, ക്വീനും വർക്കറും. അതുപോലെ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് പാർത്തനോജെനിസിസ് വഴി ഒരു മെയിലിനെ അല്ലെങ്കിൽ ഡ്രോണിനെ കിട്ടി. ഇനി പറയണത് മെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ഉണ്ടാവാം. സോ ഫീമെയിലിനെ കമ്പയർ ചെയ്യുമ്പോൾ മെയിലിൻ്റെ ക്രോമസോം നമ്പർ ഹാഫ് ആയിരിക്കും. ബിക്കോസ് അവിടെ പാർത്തനോജെനിസിസിലൂടെയാണ് ഈ പറഞ്ഞ എഗ്ഗ് മെയിലായിട്ട് മാറുന്നത്. സോ അവിടെ കോമ്പിനേഷൻ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഫീമെയിലിനേക്കാളും ക്രോമസോം നമ്പർ പകുതി ഉണ്ടാവുള്ളൂ ഏതിൽ? മെയിൽ. അപ്പോൾ ഫീമെയിലിൽ എത്രയാണ് ക്രോമസോം നമ്പർ? അതിൻ്റെ പകുതി. അപ്പോൾ നമ്മൾ പകുതി ആകുമ്പോൾ നമ്മൾ എന്താ പറയുക? ഹാപ്ലോയിഡ് ക്രോമസോം കണ്ടീഷൻ എന്ന് പറയും. ഫീമെയിൽ ഡിപ്ലോയിഡ് ക്രോമസോം കണ്ടീഷനാണ്. ബിക്കോസ് ഇവിടെ ഫീമെയിൽ എങ്ങനെയാണ്? സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ടാണ് ഉണ്ടായത്. സോ ഫീമെയിൽ ഡിപ്ലോയിഡ് ക്രോമസോം കണ്ടീഷനാണ്. ഫീമെയിൽ ക്രോമസോം 32 ആണ്. ഈ ഫീമെയിലിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ മെയിലിലെ ക്രോമസോം, അതായത് 16 ആണ് ഉണ്ടാവുള്ളൂ മെയിൽ. ഇനി നമുക്കിത് നോക്കാം. ഇവിടുത്തെ സെക്സ് ഡിറ്റർമിനേഷനെ വിളിക്കുന്ന പേരാണ് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. അതിൽ നമ്മൾ പറഞ്ഞു ഫീമെയിലൊക്കെ ഡിപ്ലോയിഡ് ആയിരിക്കും, മെയിലൊക്കെ ഹാപ്ലോയിഡ് ആയിരിക്കും. അത് രണ്ടും കൂടി ഉള്ളതാണ് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ എന്നാണ് ഹണി ബീയിലെ സെക്സ് ഡിറ്റർമിനേഷനെ പറയുന്നത്. അതിൽ നമ്മുടെ മെയിൽ സാധാരണ പോലെ തന്നെ ഹണി ബീയിലെ മെയിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യണം. സോ ഹണി ബീയിലെ മെയിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോസിസിലൂടെയാണ്. സാധാരണ മെയിൽ എങ്ങനെ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുക? റിഡക്ഷൻ ഡിവിഷൻ അഥവാ മിയോസിസിലൂടെയാണ്. ബട്ട് ഇവിടെ ഹണി ബീയിൽ അവർ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമൽ ബോഡി അല്ലെങ്കിൽ സെൽ ഡിവിഷനായ മൈറ്റോസിസിലൂടെ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫീച്ചർ. സോ നോർമൽ എല്ലാ ഗാമറ്റുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? മിയോസിസ് അഥവാ റിഡക്ഷൻ ഡിവിഷൻ വഴിയാണ്. ബട്ട് ഹണി ബീയിൽ മാത്രം സ്പേമിനെ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൺലി ത്രൂ ദ മൈറ്റോസിസ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആ ക്രോസ് ഒന്ന് നോക്കുകയാണ്. പാരൻസ് ഫീമെയിൽ മെയിൽ. നമ്മൾ പറഞ്ഞു ഫീമെയിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഡിപ്ലോയിഡ് ക്രോമസോം കണ്ടീഷനാണ്, 32 ആണ്. മെയിൽ എങ്ങനെയാണ്? ഹാപ്ലോയിഡ്. ഫീമെയിൽ എത്ര ക്രോമസോം ഉണ്ടാവും? അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ മെയിൽ എന്ന് പറഞ്ഞു, 16. അപ്പോൾ ഡിപ്ലോയിഡ് ക്രോമസോം കണ്ടീഷൻ, ഹാപ്ലോയിഡ്. അതാണ് നമ്മൾ പറഞ്ഞത് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പോൾ 32, അതിൻ്റെ പകുതി 16. സോ ഫീമെയിലും മെയിലും നമുക്ക് മനസ്സിലായി. ഇനി ഈ ഫീമെയിലിൽ ഈ പറഞ്ഞ 32 ക്രോമസോം മിയോസിസ് അഥവാ റിഡക്ഷൻ ഡിവിഷൻ വഴി നമ്മൾ ഗാമറ്റുകൾ 16. സോ ഫീമെയിലിൻ്റെ 16 ആയിട്ട് റെഡ്യൂസ് മിയോസിസ് 1ഉം മിയോസിസ് 2 കഴിയുമ്പോൾ അതെ 16 ഗാമറ്റ് കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ അത് ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നുള്ളൂ. ഇവിടെ മാത്രമേ അത് ഹാപ്ലോയിഡ് ആയിട്ട് മാറുള്ളൂ. പക്ഷേ ഇവിടെ നോക്കിയ മെയിലിൽ ഓൾറെഡി അവരുടെ ക്രോമസോം കണ്ടീഷൻ ഹാപ്ലോയിഡ് ആണ്, ഫീമെയിലിൻ്റെ പകുതിയേ ഉള്ളൂ. എന്നിട്ട് അവർ മൈറ്റോസിസ് ആണ്. നമ്മളിവിടെ പറഞ്ഞു മെയിൽ പ്രൊഡ്യൂസ് സ്പേം ബൈ മൈറ്റോസിസ്. സോ ഇവിടെ മെയിൽ സ്പേമിനെ അഥവാ ഗാമറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് വഴിയാണ്? മൈറ്റോസിസ് വഴി, നോർമൽ ബോഡി അല്ലെങ്കിൽ സെൽ ഡിവിഷൻ വഴിയാണ്. കാരണം അവരുടെ ഓൾറെഡി ക്രോമസോം നമ്പർ ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. ഹാപ്ലോയിഡ് ക്രോമസോം കണ്ടീഷൻ ഉള്ളത് നോർമൽ മൈറ്റോസിസിലൂടെ അവർക്ക് ഗാമറ്റ് ഉണ്ടാകുന്നു. സോ മൈറ്റോസിസ് കഴിഞ്ഞ് 16 കഴിഞ്ഞിട്ട് സെയിം ക്രോമസോം നമ്പർ തന്നെയാണ് കിട്ടുന്നത്, 16 തന്നെയാണ്. സോ ഇത് ഹാപ്ലോയിഡ് ക്രോമസോം. ഇവിടെയും ഹാപ്ലോയിഡ് ആണ്. ബട്ട് ഇത് മിയോസിസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഹാപ്ലോയിഡ് കിട്ടിയത്. ഇവിടെ മൈറ്റോസിസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേം. സോ ഇത് ഹാപ്ലോയിഡ് സ്പേം, ഇത് ഹാപ്ലോയിഡ് ഗാമറ്റ് ആയിട്ടുള്ള ഫീമെയിലിൻ്റെ. ഇനി ഈ പറഞ്ഞ മിയോസിസ് ഗാമറ്റുകൾ അത് കഴിഞ്ഞിട്ട് മെയിലായിട്ട് മാറുന്നു. ഈ പറഞ്ഞ ഫീമെയിലിൻ്റെ ഈ ഗാമറ്റുകൾ എന്തായിട്ട് മാറുന്നു?
മെയിലായിട്ട് മാറുന്നു. മെയിലാവുമ്പോൾ എന്തായിട്ട് മാറുന്നു? മെയിലിൻ്റെ ക്രോമസോം കണ്ടീഷൻ എത്രയാണ്? 16 ആണ്. വളരെയധികം ട്വിസ്റ്റ് കണ്ടില്ലേ? ഈ മിയോസിസ് കഴിഞ്ഞാൽ ഫീമെയിൽ എന്തായിട്ട് മാറി? 16 ആയിട്ട് മാറി. ഹാപ്ലോയിഡ് ക്രോമസോം കണ്ടീഷനിലെ മെയിലായിട്ട്. സോ F1 ഓഫ് സ്പ്രിങ്ങിൽ ഇവർ മെയിലായിട്ട് മാറുന്നു. അതേസമയം ഇവിടെ മെയിൽ നോക്കിയേ, മെയിലായിരുന്നു, ഹാപ്ലോയിഡ് ക്രോമസോം കണ്ടീഷൻ ആയിരുന്നു, നോർമൽ ബോഡി സെല്ലുലാർ ഡിവിഷൻ മൈറ്റോസിസ് ആയിരുന്നു. ആ 16 ആണ് ഹാപ്ലോയിഡ് സ്പേമായിട്ട് മാറിയത്. അവരെന്തായിട്ട് മാറുന്നു നോക്കിയേ? ഫീമെയിലായിട്ട് മാറുന്നു. നേരെ തിരിച്ച് ഇവിടെ ഇത് മെയിലായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ മെയിൽ ലാസ്റ്റ് എന്തായിട്ട് മാറുന്നു? ഈ 16 ഫീമെയിലായിട്ട് മാറുന്നു ആഫ്റ്റർ ദ ഫ്യൂഷൻ. സോ F1. സോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മെയിൽ മൈറ്റോസിസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്നിട്ടാണ് അത് മെയിൽ ഗാമറ്റായിട്ട് മാറുന്നത്. സോ ഇവിടുത്തെ പ്രത്യേകത മെയിൽ ഡു നോട്ട് ഹാവ് ഫാദർ. മെയിലിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് മെയിൽ എന്നുണ്ടെങ്കിൽ ഇതിനൊരു ഫാദർ ഉണ്ടാവില്ല. മെയിലിന് ഫാദർ അല്ല ഉണ്ടാകുന്നത്, ഇതാണ് ഫീമെയിലാണ്. സോ മെയിൽ ഡു നോട്ട് ഹാവ് ഫാദർ. അതുകൊണ്ട് തന്നെ ദസ് കനോട്ട് ഹാവ് സൺ. മെയിലിന് ഒരു ഫാദർ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ മെയിലിൽ നിന്ന് ഒരു ആൺകുട്ടി ഉണ്ടാവുന്നില്ല. കണ്ടില്ലേ? മെയിൽ ഡു നോട്ട് ഹാവ് എ ഫാദർ എന്താണ് ഇവിടെ? ഫീമെയിൽ. ആൻഡ് മെയിൽ ഡു നോട്ട് ഹാവ് സൺ. സൺ അല്ല ഇവിടെ, ഫീമെയിലാണ്. ബട്ട് വേറെ സാധ്യതയുണ്ട്. ബട്ട് ഹാവ് ഗ്രാൻഡ് ഫാദർ. മെയിലിന് ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ക്യാൻ ഹാവ് ഗ്രാൻഡ് സൺ. ഡയറക്റ്റ് മെയിലിന് ഒരു ഫാദർ ഉണ്ടാവില്ല, അതുപോലെ മെയിലിന് ഒരു സണ്ണും ഉണ്ടാവില്ല. ഇൻസ്റ്റഡ് എന്താണ് പോസിബിലിറ്റി? ക്യാൻ ഹാവ് ഗ്രാൻഡ് ഫാദർ. മെയിലിന് ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും, അതുപോലെ ഒരു ഗ്രാൻഡ് സൺ ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ഹണി ബീയിൽ നടക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. മെയിൽ എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും, ഫീമെയിൽ എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും. ഫീമെയിൽ ക്രോമസോം കണ്ടീഷൻ്റെ പകുതി മാത്രമേ മെയിൽ ഉണ്ടാവുള്ളൂ. സോ ഫ്യൂഷൻ ഓഫ് എഗ് ആൻഡ് സ്പേം വഴിയാണ് നമ്മുടെ ഫീമെയിൽ അല്ലെങ്കിൽ ക്വീന് അല്ലെങ്കിൽ വർക്കർ ഉണ്ടാവണമെന്ന് വെച്ചാൽ മെയിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ? അൺഫെർട്ടിലൈസ്ഡ് എഗ്. ഫെർട്ടിലൈസ് ചെയ്യാത്ത എഗ്ഗ് പാർത്തനോജെനിസിസ് വഴിയാണ് മെയിൽ അല്ലെങ്കിൽ ഡ്രോൺ ഉണ്ടാകുന്നത്. സോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ, അതായത് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ഹണി ബീയിൽ നടക്കുന്നത്.